നമസ്കാരം. പെരികമന ശ്രീനാഥ് നമ്പൂതിരി വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജൂൺ മാസം 2-ാം തീയതി മുതൽ 9 വരെയുള്ള ഞായർ മുതൽ ഞായർ വരെ, ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, കുറച്ച് തിരക്കുണ്ടായിരുന്നു, ഇന്ന് എത്തിയതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇന്ന് രാത്രി ചെയ്യുന്നതേ ഉള്ളൂ. ഈ ഞായറാഴ്ച മുതൽ അടുത്ത ഞായറാഴ്ച വരെയുള്ളതായ ചന്ദ്രചാരവശാലും മറ്റുള്ള ഗ്രഹചാരവശാലും ഉള്ള ഫലത്തെയാണല്ലോ പറയാറ്. ആദ്യമായി മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാലടങ്ങുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ 2-ാം തീയതി മുതൽ 9-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വളരെയധികം ഗുണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജാതകവശാൽ ബുദ്ധിമുട്ടുള്ള ഗ്രഹചാരവശാൽ ഫലം അഥവാ ദശാ അപകാരങ്ങൾ സംഭവിക്കുന്നവർക്ക് ഈ ഒരു ഫലം തികച്ചും വിപരീതമായിട്ട് മാറാം ചിലപ്പോൾ. എങ്കിൽ പൊതുവെയുള്ള ഈ മേടക്കൂറുകാർക്ക് വളരെയധികം അനുകൂലത്തെയാണ് ഈ ഒരു ചൊവ്വയുടെ യോഗത്തോടു കൂടിയുള്ള വാരഫലമാണ് ഈ ഒരു വാരത്തിലുള്ളത്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള അനവധി ഉന്മേഷം, ഒരുപാട് കാര്യത്തിലൊരു ഉത്സാഹം വർദ്ധിക്കുന്നതിനും, അതോടൊപ്പം തന്നെ വ്യക്തിത്വ ജീവിതത്തിൽ സാമൂഹിക കലാ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം പ്രശസ്തി വർദ്ധിക്കുന്നത്, അതോടൊപ്പം തന്നെ പോലീസിൽ, ഫയർഫോഴ്സ്, അതോടൊപ്പം തന്നെ അഗ്നി വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർ, സർക്കാർ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ, ഇവർക്കൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമം തന്നെയാണ്. കാര്യം എല്ലാ കാര്യത്തിലും ഒരു പുതിയ ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ ഒരു പുതിയൊരു മേഖല തുറന്നു കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ട്, ജോലിയിലുള്ളവർക്കൊരു പ്രൊമോഷനുള്ള സാധ്യതയാവട്ടെ, ജോലി അന്വേഷിക്കുന്നവർക്കൊരു ജോലി കിട്ടാനുള്ള സാധ്യത, ഇതൊക്കെ മേടക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ അനവധി അവസരങ്ങൾ നിങ്ങൾക്ക് ഗ്രഹബലം കൊണ്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ആ മൂലത്രികോണ രാശി 18 മാസങ്ങൾക്ക് ശേഷമാണ് ചൊവ്വ കരസ്ഥമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ മൂലത്രികോണ രാശിയിലെത്തിയിട്ടുള്ള ചൊവ്വ സ്വക്ഷേത്രത്തിൻ്റെ ഒരു പകുതി ബലവും കൂടി ചെയ്യുമ്പോൾ വളരെയധികം എല്ലാ തടസ്സങ്ങളും നീങ്ങി വന്ന് ഭൂമി കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഭൂമി കാര്യങ്ങളിൽ തടസ്സം നീങ്ങാൻ വേണ്ടി ഭൂവരാഹ യന്ത്രം വെക്കുക, അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു കാലഘട്ടം. കാര്യം ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു കാലം കൂടി അനുകൂലമാവണം, എന്തെങ്കിലും അതിനൊക്കെ പൂർണ്ണ ഫലമുള്ളൂ എന്ന് പറയാറുണ്ട് ആചാര്യന്മാർ. അപ്പോൾ ഈ ഭൂവരാഹ യന്ത്രം വെക്കുന്നതോടുകൂടി ആ ഭൂമിയിലുള്ള സകല തരത്തിലുള്ള ദോഷങ്ങളും മാറിപ്പോവാണ്. അല്ലാതെ ഭൂമിക്കൊരു ദോഷം എവിടെയും കൽപ്പിക്കുന്നില്ല. ഭൂമിയിൽ സംഭവിച്ചു പോകുന്ന കർമ്മങ്ങളുടെ വാസനയായി സംഭവിക്കുന്ന ദോഷങ്ങളെയൊക്കെ മാറ്റാനാണ്. അങ്ങനെയാണ് കച്ചവടങ്ങളും മറ്റും തടസ്സങ്ങളും ഒക്കെ വരുന്നത്. അതിനൊക്കെ വളരെ നീക്കാൻ പറ്റിയിട്ടുള്ള കാലഘട്ടമാണ് ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച്. വിദ്യാഭ്യാസ കാര്യത്തിലും കർമ്മ മേഖലയിലും ആരോഗ്യ കാര്യത്തിലും ലേശം മാറ്റം വരും. എങ്കിലും രക്തസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖം ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ പാദരോഗമുള്ളവരും ഉദരരോഗമുള്ളവരും എന്തായാലും ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാരമാണ് ഇത്. ശനിക്ഷേത്രത്തിൽ ദർശനം ചെയ്യണം. അതോടൊപ്പം തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ അർച്ചന ചെയ്യുന്നതും, കുങ്കുമാർച്ചന ചെയ്യുന്നതും, പുഷ്പാഞ്ജലി ചെയ്യുന്നതും, ഗുരുതി പുഷ്പാഞ്ജലി ചെയ്യുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ്. ഈ ഒരു 45 ദിവസം, അതായത് ഈ ചൊവ്വയുടെ സ്വക്ഷേത്ര സ്ഥിതി 45 ദിവസമാണ്. എല്ലാ രാശിയിലും അങ്ങനെയാണെങ്കിൽ സ്വക്ഷേത്രത്തിലുള്ള ഒരു കാലം വളരെ അനുകൂലമായിട്ട് നമുക്ക് പരിശ്രമിക്കാൻ സാധിക്കുന്നതാണ്. ജീവിതത്തിൽ പല കരിയർ ഡെവലപ്പായിട്ട് വരുന്നത്, ചിന്തിച്ച സ്വപ്നങ്ങളെ പൂർത്തീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കാലഘട്ടമായിട്ട് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കണം. ഒപ്പം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിക്കുന്നതിനും അതോടൊപ്പം തന്നെ ധാര നടത്തുന്നതിനും ശിവക്ഷേത്രത്തിൽ വളരെയധികം നല്ലതാണ്. ഈ ഒരു വാരത്തിൽ മേടക്കൂറുകാരുടെ ജീവിതത്തിലേക്ക് അത് സ്വീകരിക്കാൻ സാധിക്കട്ടെ. കാർത്തിക മുക്കാൽ, രോഹിണി, മകീരത്തിൻ്റെ ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് 12ാമത്തെ രാശിയിലേക്ക് ചൊവ്വ വന്നു എന്നുള്ള ഒരു വാര ഗ്രഹഫലത്തോടു കൂടിയിട്ടാണ്. അതോടൊപ്പം ബുധൻ്റെ ഒരു മാറ്റവും കൂടി കാണാം. ഈ 2 ഗ്രഹങ്ങളുടെ രാശി മാറ്റത്തോടു കൂടിയിട്ടുള്ള ഈ ഒരു വാരം സ്വക്ഷേത്രത്തിലുള്ള ശുക്രനും വളരെയധികം നല്ലതാണ് ഈ ഒരു ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. ശനിയുടെ ഒരു കണ്ടകശനി ദോഷം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ശനിചാരവശാലുള്ള ദോഷത്തിനൊപ്പം ഈ ഒരു ആരോഗ്യ ക്ലേശങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാരമായിട്ട് വരും. പ്രത്യേകിച്ച് നേത്രരോഗങ്ങൾ, സ്കിൻ അലർജി മുതലായിട്ടുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ, വീഴ്ചകളൊക്കെ ഒന്ന് വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ ഇടവക്കൂറുകാരിൽ പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വാഹന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുന്നതും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താനുള്ള ഒരു സാധ്യത ഈ ഒരു വാരത്തിലുണ്ട്. വളരെയധികം കരുതലുണ്ടാവുന്നത് നല്ലതാണ് എന്ന് കാര്യം ഈ ചൊവ്വയെ കൊണ്ട് പലതരത്തിലുള്ള അപകടങ്ങളും മറ്റൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നാശനഷ്ടങ്ങളൊക്കെ ഒന്ന് പ്രതീക്ഷിക്കണം.
ശ്രദ്ധിച്ച് നീങ്ങാൻ ദൈവാധീനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഭഗവതിക്ക് വഴിപാട് വേണ്ടതുപോലെ ചെയ്യുക, ധർമ്മ ദൈവത്തിന് പ്രാർത്ഥന ചെയ്യുക, ഭദ്രകാളിക്ക് കടുംപായസം നിവേദിക്കുക, അതോടൊപ്പം തന്നെ രക്തപുഷ്പാഞ്ജലി ചെയ്യുക, കുങ്കുമാർച്ചന ചെയ്യുക, ചെത്തിപ്പൂ കൊണ്ട് മാല ചാർത്തുക. ഇതൊക്കെ വളരെയധികം നല്ലതാണ്. അതോടൊപ്പം തന്നെ ശാക്തേയ കാവുകളിൽ അകപൂജ നടത്തുന്നതും വളരെയധികം നല്ലതാണ് ഈ ഒരു കാലത്തിൽ. അതോടൊപ്പം തന്നെ ബിസിനസ് രംഗത്ത്, അതോടൊപ്പം തന്നെ പുതിയതായി തുടങ്ങിയ വ്യാപാര വിഷയങ്ങളൊക്കെ ഇപ്പോൾ ഇടവക്കൂറുകാർ ഒരു 5-6 ആൾക്കാർ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ കോണ്ടാക്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് സംഭവിക്കണം. അതിലൊരാളുടെ ഇപ്പോൾ ഈ പറഞ്ഞത് ഒരു കച്ചവടം തുടങ്ങിയിട്ട് അതിന് ചുറ്റുമുള്ള കച്ചവടക്കാരെ കൊണ്ടുള്ളത്, അതിപ്പോൾ എല്ലായിടത്തും ഉണ്ടാവില്ല. നമ്മൾക്ക് മറ്റൊന്നിന് നേരെയാവുമ്പോഴേ അത് നേരെയാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല, പക്ഷെ നേരെയാക്കി എടുക്കലാണ്. അപ്പോൾ പരസ്പരം മറ്റുള്ളവരെ നശിപ്പിക്കാത്തൊരു മത്സരമാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ മറി കൊത്തി തേങ്ങ കൊത്തി നീക്കുന്നത്, ആ സന്ധി ദോഷം നീക്കുന്നത്, ദൃഷ്ടി ദോഷം നീക്കുന്നത് വളരെയധികം നല്ലതാണ്. ഈ ഒരു ഇടവക്കൂറിൽ പെട്ടിട്ടുള്ളവർക്ക് വളരെയധികം നല്ലതാണ്. ശാഖതയ കാവുകളിലാണ്, 7 കാവുകളിലൊക്കെയാണ് ഇത് ചെയ്യാറ്. അതൊക്കെ ദേശകാലത്തിനനുസരിച്ച് അനുഷ്ഠിക്കാൻ നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് ചെയ്യാൻ സാധിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യാൻ സാധിക്കുക. വിദ്യാർത്ഥികളൊന്ന് ശ്രദ്ധിക്കുക, പഠന കാര്യങ്ങളിൽ തടസ്സം വരുന്നതിനും അകാരണമായി പഠിപ്പ് നിർത്തേണ്ടി വരുന്നതിനും, അതോടൊപ്പം തന്നെ ജോലി കാര്യത്തിൽ പിന്നെ പൂർണ്ണമായി പ്രവേശിക്കുന്നതിന് തടസ്സം വരും. അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും ജോയിൻ ചെയ്യാൻ പറ്റാതിരിക്കുക എന്നൊക്കെ പറയാറില്ലേ. എന്തെങ്കിലും ആരോഗ്യ ക്ലേശങ്ങളൊക്കെ ഈ ഇടവക്കൂറുകാരൊന്ന് പ്രതീക്ഷിച്ച് നീങ്ങണം. വളരെയധികം ഈശ്വരാധീനം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു മാസമാണ്, അല്ലെങ്കിൽ ഒരു വാരമാണ് എന്നുള്ള ഒരു ബോധത്തിലൊന്ന് നീങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. അതോടൊപ്പം തന്നെ ശൈവ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും, മുടങ്ങിപ്പോയ പിതൃതർപ്പണങ്ങളൊക്കെ ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും, വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിച്ച് നമസ്കരിക്കുന്നതും, തുളസിമാല ചാർത്തുന്നതും വളരെയധികം നല്ലതാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യ കാര്യത്തിൽ പറഞ്ഞല്ലോ. ഒപ്പം ഇപ്പം മധ്യവയസ്സിൽപ്പെട്ടിട്ടുള്ളവർ ശ്വാസകോശ സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളും ഉദര രോഗങ്ങളും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇടവക്കൂറിൽ പെട്ടിട്ടുള്ളവർ വളരെയധികം ശ്രദ്ധയോടുകൂടി നീങ്ങാൻ സാധിക്കട്ടെ ഈ ഒരു വാരം. മിഥുനക്കൂറിൽപ്പെട്ട മകീരം, തിരുവാതിര, പുണർദം നക്ഷത്രങ്ങളടങ്ങുന്ന ഈ ഒരു ആഴ്ച ഇവർക്ക് 11ാം ഭാവത്തിലേക്ക് കാരഗ്രഹനായ ചൊവ്വ സ്വക്ഷേത്രസ്ഥിതിയും അതോടൊപ്പം തന്നെ ഈ മൂലത്രികോണ സ്ഥിതിയും വളരെയധികം അനുകൂലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവികമായിട്ടുള്ള വസ്തുവിഷയങ്ങളെയും മറ്റും ഒന്ന് അനുകൂലത്തിലും അനുഭവത്തിലും വരുത്താനുള്ള ഒരു യോഗം. അതോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള കാരണമായിട്ടുള്ള ടെൻഷൻ, പ്രത്യേകിച്ച് മുഖ്യമായിട്ട് ദാമ്പത്യം, മദനാലോകദൃഷണം, ഭാര്യാഭർത്തൃ സമാഗമം, ഈ ഒരു വിഷയത്തിലാണ്. ദാമ്പത്യ ജീവിതത്തിലും അതോടൊപ്പം തന്നെ വൈവാഹിക ജീവിതത്തിലുള്ളവർക്ക് അകാരണമായിട്ടുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു വാരത്തിൽ മാറിക്കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ കർക്കിടകൂറിലേക്ക് പെട്ടിട്ടുള്ളതായ പുണർദം നക്ഷത്രക്കാരെ, ഈ 3 നക്ഷത്രത്തിൽപ്പെട്ട പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യം കഴിഞ്ഞ വാരത്തിലും അത് ഏറെക്കുറെ ഫലത്തിൽ വന്നവരുണ്ടായിരിക്കാം. ഈ ഒരു വാരത്തിലും പുണർദം നക്ഷത്രത്തിന് ആ കർക്കിടകൂറിൻ്റെ ഒരു അനുഭവത്തെ കിട്ടാനുള്ള ഒരു സാധ്യത വളരെയധികം കൂടുതലാണ്. എങ്കിൽ ആരോഗ്യ സംബന്ധപ്പെട്ടിട്ട് പാദരോഗം, അതോടൊപ്പം തന്നെ വസ്തി സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ, മൂത്രാശയ സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതോടൊപ്പം തന്നെ വിവാഹ കാര്യങ്ങളിൽ തടസ്സങ്ങൾ നീങ്ങി പറഞ്ഞുവല്ലോ. അതോടൊപ്പം തന്നെ വിവാഹം ആലോചിക്കുന്നവർക്ക് ഏറെക്കുറെ തീരുമാനത്തിലേക്ക് എത്തിക്കാനും സാധിക്കുന്ന ഒരു വാരമായിട്ട് കാണാം. അതോടൊപ്പം ഭൂമി സംബന്ധപ്പെട്ട വിഷയങ്ങളിൽ അകാരണമായിട്ടുള്ള തടസ്സങ്ങളോ, അതോടൊപ്പം ഭൂമി വിഷയങ്ങൾ കേസുവകകളോ മറ്റൊക്കെ വന്നു ചേരാനും, അല്ലെങ്കിൽ അതൊക്കെ നിശ്ചയിക്കുന്നതിൽ നിന്ന് മാറിപ്പോവാനുള്ള കാര്യങ്ങൾ, അത് ഏതോ വിഷയങ്ങളാവട്ടെ, അതൊക്കെ ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടിലൊക്കെ ഒരു പൂർണ്ണതയില്ലാതെ ഒരു ക്രമക്കേട് വരാനുള്ള ഒരു സാധ്യത ഈ മിഥുനക്കൂറുകാർക്ക് കാണുന്നുണ്ട്. ശനിക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും, അതോടൊപ്പം തന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, വിളക്ക് കത്തിക്കുക, അതോടൊപ്പം തന്നെ പാലഭിഷേകം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. മുഖ്യമായി ഗണപതി ഹോമം ചെയ്യുക, ചെങ്കണപതി ഹോമം ചെയ്യുക. പ്രത്യേകിച്ച് കർമ്മ തടസ്സമുള്ളവരെ സംബന്ധിച്ച്, വിവാഹ തടസ്സം നേരിടുന്നവരെ സംബന്ധിച്ചൊക്കെ ഈ ഒരു വാരം വളരെയധികം നല്ലതാണ്. ചെറിയ തടസ്സങ്ങളെ കൊണ്ട് മാറുന്നവർക്കാണ് ആ കാലത്തെ അനുകൂലമാക്കാനാണ് ഈ ഒരു വഴിപാടുകളൊക്കെ. അതൊരു വേണ്ട വിധത്തിൽ മനസ്സിലത് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാനും കൂടി സാധിക്കട്ടെ മിഥുനക്കൂറുകാരിൽപ്പെട്ടിട്ടുള്ളവർക്ക്. പുണർദ അവസാന ഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളടങ്ങുന്ന കർക്കിടകൂറുകാരെ സംബന്ധിച്ച്
കർക്കിടകൂറുകാരുടെ 10ാമത്തെ ഭാവത്തിലേക്ക് ചൊവ്വ വന്നിട്ടുള്ള ഒരു 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 ഗ്രഹ ചാരഫലം ഈ ഒരു വാരത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. ആ സ്വക്ഷേത്ര സ്ഥിതിയും മൂലത്രികോണ സ്ഥിതിയും അതുകൊണ്ട് തന്നെ കാരകഗ്രഹമായതുകൊണ്ട് പല കാര്യത്തിലും നിവൃത്തി വന്നു ചേരുന്നതായിട്ട് ഈ കർക്കിടകൂറുകാർക്ക് കാണാം. ഭൂമി സംബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ തടസ്സം മാറുന്നതിനും കുറേ കാലങ്ങളായിട്ട് വിൽക്കാനോ അല്ലെങ്കിൽ ക്രയവിക്രയത്തിന് വെച്ചിരിക്കുന്ന ഭൂമി ഇടപാടുകൾ, ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ നീങ്ങി വരിക, അതോടൊപ്പം ഒരു പരിധിവരെ തർക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതൊക്കെ പ്രകർഷേണ ആ തർക്കങ്ങളൊക്കെ നീങ്ങിപ്പോയതോ അല്ലെങ്കിൽ ഒരു കേസ് വകകൾ വരെ എത്തിയതൊക്കെ ഒന്ന് മാറിക്കിട്ടിയ ഒരു ആശ്വാസം ഈ ഒരു വാരത്തിൽ കർക്കിടകൂറുകാർക്ക് വളരെയധികം പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിൽ ആരോഗ്യസ്ഥിതി ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന ഒരു കാലഘട്ടമായിട്ട് വരാം. വാതരോഗം വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും അതോടൊപ്പം തന്നെ പാദരോഗങ്ങളും വാതരോഗങ്ങളാവട്ടെ ശിരോ സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളും നേത്ര സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളും ഈ ഒരു വാരത്തിൽ കർക്കിടകൂറുകാരുടെ മാനസികാവസ്ഥയെ ഒന്ന് വിഷമിപ്പിച്ചേക്കാം. വിദ്യാഭ്യാസ കാര്യത്തിൽ നേരിയ തടസ്സങ്ങൾക്കുള്ള ഒരു വാരമായിട്ട് ഇതിനെ മനസ്സിലാക്കാം. നാഗസംബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേകിച്ച് രാഹു കേതു അപഹാരങ്ങളോ ദശകളോ സംഭവിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ചൊവ്വയുടെ അപഹാര ദശകൾ വരിക. രാഹുദശയിൽ ചൊവ്വയുടെ അപഹാരങ്ങൾ അല്ലെങ്കിൽ ചൊവ്വയുടെ ദശയിൽ രാഹുവിൻ്റെ അപഹാരങ്ങളും ദശയും ഒക്കെ മാറി മാറി വരുന്നവരുണ്ടെങ്കിൽ, ജാതകവശാലുണ്ടെങ്കിൽ ഒന്ന് ആരോഗ്യ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് മധ്യവയസ്സിന് മുകളിലോട്ടുള്ള ഒരു 50 വയസ്സിന് മുകളിലോട്ടുള്ളവരാണെങ്കിൽ, സ്ത്രീജനങ്ങളാണെങ്കിൽ കർക്കിടകൂറിൽപ്പെട്ടിട്ടുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. മുഖ്യമായി വിദേശ സംബന്ധപ്പെട്ടിട്ടുള്ള വകകളിലുണ്ടായ തടസ്സങ്ങളൊക്കെ നമുക്ക് മാറി വരുന്നതായിട്ട് കാണാം. എങ്കിൽ വിദേശത്തു നിന്നും വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച്, ഇപ്പോൾ പ്രവാസികൾ എന്നൊക്കെ പറയുന്നവരെ സംബന്ധിച്ച് വിദേശത്തുള്ളവർക്ക് അതെങ്ങനെ സ്വദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേശം വിട്ട് കഴിഞ്ഞാൽ വിദേശമായിട്ട് മാറി. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു ദേശം, നമ്മുടെ എത്ര കണ്ട് നമ്മുടെ ഒരു എന്താ പറയുക, നമുക്കൊരു സ്വാധീനമുള്ള ഒരു പരിധിയുണ്ടോ, അത് വിട്ട് കഴിഞ്ഞാലൊക്കെ നമുക്ക് പരദേശമായിട്ടാണ് കണക്കാക്കുക. അങ്ങനെ പറയുമ്പോൾ പരദേശത്തുള്ളവരെ സംബന്ധിച്ച് ഈ കർക്കിടകൂറുകാർക്ക് കുറച്ച് ബുദ്ധിമുട്ട് കൂടാനും, എങ്കിൽ സ്വദേശത്തുള്ളവരെ സംബന്ധിച്ച് വളരെയധികം അനുകൂല സ്ഥിതിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. നമുക്ക് ശനിക്ഷേത്രത്തിലെ അഷ്ടമശനി കാരണം ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുക, ശാസ്താവ് അയ്യപ്പൻ, വേട്ടക്കുരുമകൻ, മുത്തപ്പൻ തഥ ഇത്യാദി ശനികാരക ഈശ്വരന്മാരെ ഭജിക്കുന്നതും അതോടൊപ്പം തന്നെ ശനിയുടെ മന്ത്രങ്ങളെ ജപിക്കുന്നതും, ശനീശ്വരായ നമ എന്നുള്ള മന്ത്രത്തെ ചുരുങ്ങിയത് നമുക്കൊരു 108 പ്രാവശ്യം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ജപിക്കാൻ സാധിക്കാത്തവരൊന്നുമില്ല. വേണമെന്ന് വെച്ചാൽ നമുക്കത് പറ്റും. അതൊക്കെ വളരെയധികം നല്ലതാണ്. ഈ ഒരു വാരത്തിൽ അനവധി അവസരങ്ങളാണ് വരുന്നത്. അതിനെ പൂർത്തീകരിക്കാനുള്ള പരിശ്രമത്തിനെയാണ് ഈ വഴിപാടുകളൊക്കെ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ശാസ്താക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, നീരാഞ്ജനം ചെയ്യാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആൾക്കാരാണ് അതിന് നല്ല റിവ്യൂസ് കമൻറ്റൊക്കെ ആയിട്ടാണ് തന്നിട്ടുള്ളത്. പറശ്ശിനിക്കടവിൽ മുത്തപ്പൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അത് വളരെയധികം എഫക്റ്റീവായിട്ട് ഇല്ലേ, നമ്മുടെ വിശ്വാസം ഉച്ഛ്വാസവും നഹി വിശ്വാസ, മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് ഉറപ്പ് വന്നതിനെ ചിന്തിക്കാൻ സാധിക്കണം. അതിനെ നിരന്തരം നിരൂപണം ചെയ്യുക, അല്ലാതെ അതിനധികം വിശകലനം ചെയ്യലോ ബുദ്ധി കൊണ്ട് ചിന്തിക്കലൊന്നുമില്ല. അപ്പോൾ മുത്തപ്പൻ്റെ അടുത്ത് കിട്ടുന്ന ഒരു ആനന്ദം, വളരെയധികം മാറ്റം ശനിദോഷത്തിൽ വരുമോ എന്നുള്ളൊരു സംശയം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ളൊരു മറുപടി കൂടിയാണ് ഈ മുത്തപ്പ ക്ഷേത്രത്തിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ പയങ്കുറ്റി നിവേദ്യം നടത്തുന്നതും യഥാശക്തി വഴിപാട് തറവാടുകളിലൊക്കെയുള്ള മുത്തപ്പ ക്ഷേത്രത്തിൽ എണ്ണ സമർപ്പിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. ഈ ഒരു വാരത്തിലുള്ള അനുകൂലങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി കർക്കിടകൂറുകാരെ സംബന്ധിച്ച്. മകംപൂരം ഉത്രം അടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ തന്നെ 9ാമത്തെ ഭാവത്തിൽ സുഹൃതസ്ഥാനത്തേക്ക് അഥവാ ഭാഗ്യസ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന ചൊവ്വ സ്വക്ഷേത്രാധിപതിയായിരിക്കുന്നു. അതോടൊപ്പം തന്നെ കാരക ഗുണങ്ങളാണ്, പൂർവികമായിട്ടുള്ള പലതരത്തിലുള്ള ഗുണങ്ങൾ വന്നു ചേരാം. അവനവൻ്റെ ജീവിതത്തിൽ അവനവൻ്റെ പൂർവ്വ ജന്മ കർമ്മവാസന കൊണ്ട് കിട്ടിയിട്ടുള്ള പല പല ഭാഗ്യങ്ങളും സിദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഭാഗ്യങ്ങളൊക്കെ അങ്ങനെ വരിക. പലയാളും പറയാറുണ്ട്, ഇന്നാളൊരു ജാതകം നോക്കിയപ്പോൾ 16 യോഗങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു ജ്യോത്സ്യനും അയാളെ കൊണ്ട് പറ്റുന്നതൊക്കെ നോക്കിയിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ 16 യോഗങ്ങളൊക്കെ എപ്പോഴേ ഇത് അനുഭവിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പൂർണ്ണ കർമ്മവാസനകൾ ഇവിടെ നേരെയാവണം. അതിനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നല്ലതുപോലെ ഈശ്വര ആത്മാർപ്പണമായിട്ട് നല്ലതുപോലെ കർമ്മങ്ങളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ യഥാധർമാദയശ്ചാർത്താഹ, എപ്രകാരത്തിലാണോ നമ്മുടെ ഋഷിപ്രോക്തമായിട്ടുള്ള കർമ്മത്തെയും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ആ ധാർമ്മികമായ ജീവിതത്തെ അതിന് വഴിപാടുകളിലൂടെയും മറ്റൊക്കെ നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കണം.
ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ വളരെയധികം നല്ലതാണ്. പൂർവികപരമായിട്ടുള്ള സ്വത്തുവകകൾ കിട്ടുന്നതിന്, അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കുന്നതിന്. ഇപ്പോൾ ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കേ അടിക്കുള്ളൂ എന്ന് പറയാറുണ്ടെങ്കിൽ ആ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അടിക്കേണ്ട ഒരു കാലഘട്ടമായിട്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കാം. അവർക്ക് അർഹതപ്പെട്ടതിനെ കിട്ടുന്ന ഒരു കാലഘട്ടം, അങ്ങനെയാണ് അതിനെ നമ്മൾ നിരൂപണം ചെയ്യുമ്പോൾ കിട്ടുക. അതിനുള്ളൊരു കാര്യമാണ് ഈ ഭാഗ്യം എന്ന് പറയുന്ന വാക്കിന് അർത്ഥതാണ്. അത് വളരെയധികം കൂടുന്ന ഒരു കാലഘട്ടമാണ്. മുഖ്യമായി കുട്ടികൾക്കാണ്. പഠിപ്പ് കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ജോലി സാധ്യതകൾ കിട്ടുന്നതിന്, അതോടൊപ്പം തന്നെ ജോലിക്ക് വേണ്ടി പരീക്ഷ എഴുതിയിട്ട് നിൽക്കുന്നവർക്കൊക്കെ അത് കരസ്ഥമാവാനുള്ളൊരു സാധ്യത, ജോലിയിലുള്ളവർക്ക് ജോലി കയറ്റം കിട്ടുന്നതിനുള്ള ഒരു സാധ്യത, അതോടൊപ്പം തന്നെ സ്ഥാനമാറ്റത്തിനുള്ള ഒരു സാധ്യതയും കൂടി ആ ചൊവ്വയെ കൊണ്ട് പറയേണ്ടതാണ്. എങ്കിൽ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് കുടുംബ സംബന്ധപ്പെട്ടുള്ള ജീവിതത്തിൽ ഒരു അല്പം അസ്വസ്ഥത വന്നു ചേരാനാണ് കാര്യം ഈ ചൊവ്വ എന്നുള്ളത് കലഹപ്രിയനായിട്ടുള്ള ഗ്രഹമാണ് ചൊവ്വ. നവഗ്രഹങ്ങളിൽ ഏറ്റവും വെച്ച് തന്നെ നമുക്കറിയാം ചൊവ്വയുടെ ഗുണം തന്നെ രാജസ ഗുണമാണ്, പൂർണ്ണമായ വിക്ഷേപ സ്വഭാവമാണ്. അപ്പോൾ ചെറിയ കാര്യത്തിൽ പോലും നമ്മുടെ മാനസികമായ സ്വസ്ഥത നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത കുടുംബജീവിതത്തിൽ മുഖ്യമായും വെറുതെ അകാരണമായി തെറ്റിദ്ധാരണകൾ വരുന്നതിനും വാക്ക് തർക്കങ്ങൾ ഉണ്ടായിത്തീരുന്നതിനും കുടുംബ അസ്വസ്ഥത വരുന്നതിനൊക്കെ ഒരു കാര്യമുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങാൻ ഈ ചിങ്ങക്കൂറുകാർക്ക് സാധിക്കണം. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളവരും അതോടൊപ്പം തന്നെ പ്രേമ ജീവിതത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല കാര്യം വരുന്നതാണ്. ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ കുങ്കുമാർച്ചന ചെയ്യുന്നതും ശാക്തേയ കാവുകളിൽ അകപൂജ ചെയ്യുന്നതും ഗുരുതി പുഷ്പാഞ്ജലി ചെയ്യുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ്. അതോടൊപ്പം തന്നെ കർമ്മപരമായിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങി നിൽക്കുന്നതിന് ഈ ഒരു വാരത്തിൽ സ്ഥാപനത്തിലും കർമ്മസ്ഥാപനത്തിലും മറ്റും സുദർശന യന്ത്രം ധരിക്കുന്നതും അതോടൊപ്പം തന്നെ ശ്രീയന്ത്രം വെക്കുന്നത് വളരെയധികം നല്ലതാണ്. ഈ ഒരു കാര്യത്തിൽ സകലതിനെയും പൂർത്തീകരിക്കാനാണ് ഈ ഒരു യന്ത്രത്തിൻ്റെ ഫലം എന്നുള്ളതിനെ സകല സുഖകൃതായിട്ടുള്ള എല്ലാ അർഹിക്കുന്നതിനെ നമുക്ക് പൂർത്തീകരിക്കാനുള്ള മനുഷ്യ ജന്മത്തിൽ അപൂർണമായിട്ടുള്ള ആ യോഗ്യതകളെ പൂർത്തീകരിക്കുമ്പോഴാണ് മനുഷ്യൻ നമ്മൾ ഈശ്വരനായിട്ട് മാറുന്നത്. അതുമാത്രമാണ് ഈ മനുഷ്യ ജീവിതത്തിൻ്റെ ഒറ്റ ഒരു ഗുണം എന്ന് പറയാൻ ഈ ഈശ്വര സാക്ഷാത്കാരം, അതിനെ തിരിച്ചറിയലാണ്. എങ്കിൽ ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം ഗുണങ്ങൾ വന്നു ചേരാനുള്ള ഒരു വാരമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. ദേവീക്ഷേത്രത്തിൽ ശാക്തേയ ഉപാസകന്മാർ ധാരാളം ഉള്ള ഒരു കൂറുകാരാണ്, രാശിക്കാരാണ് ഈ ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ള ഈ മകംപൂരം, ഉത്രം തുടങ്ങിയതായ നക്ഷത്രത്തിൽ എത്രയോ ശാക്തേയ ഉപാസകന്മാർ കൗള മാർഗത്തെ സ്വീകരിച്ചിട്ടുള്ളവരും കുളാർണവ തന്ത്രം സ്വീകരിച്ചിട്ടുള്ളവരൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു നക്ഷത്രത്തിൽ പെട്ടിട്ടുള്ളവർ ശാക്തേയ കാവുകളിലൊക്കെ ദർശനം ചെയ്യുക, ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, ശിവക്ഷേത്രത്തിൽ മുഖ്യമായി ദർശനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ പാർവതി ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതൊക്കെ എല്ലാ തരത്തിലുള്ളവർക്കും ആരോഗ്യത്തിനും മറ്റ് ജീവിതത്തിനും നല്ലതിനെ കൊണ്ടുതരാൻ വളരെയധികം ഗുണം ചെയ്യും ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക്. ഉത്തരത്തിൻ്റെ അവസാന ഭാഗം അത്തം ചിത്രയുടെ ആദ്യ ഭാഗങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ അഷ്ടമത്തിലേക്കാണ് ചൊവ്വ വന്നിട്ടുള്ളത്. ചൊവ്വ അഷ്ടമത്തിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ്. ചൊവ്വ ദോഷം എന്നൊക്കെ പറയുന്ന ഏറ്റവും കൂടുതലുള്ള ദോഷപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ആരോഗ്യ കാര്യത്തിലാണ് കന്നിക്കൂറുകാരൊന്ന് ശ്രദ്ധിക്കേണ്ടത്. മുഖ്യമായി ശ്വാസതടസ്സമുള്ളവർ, ശിരോരോഗം ഉള്ളവരെ സംബന്ധിച്ച്, അതോടൊപ്പം രക്തസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖം ഉള്ളവർ, ഉദര സംബന്ധപ്പെട്ടുള്ള അസുഖമുള്ളവർ വളരെയധികം കരുതലോടെ നീങ്ങേണ്ടുന്ന ഒരു വാരമായിട്ട് ഇത് മാറും. ഈ കന്നിക്കൂറുകാർ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ശ്വാസകോശ സംബന്ധപ്പെട്ടുള്ള അസുഖങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ അഷ്ടമത്തിലേക്ക് വന്നു എന്നുള്ളതാണ് എങ്കിൽ 9ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കണു, വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വളരെയധികം അനുകൂലത്തിലേക്ക് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. എങ്കിൽ ഈ കന്നിക്കൂറിൽപ്പെട്ടിട്ടുള്ളവരുടെ പല കാര്യങ്ങളും ഈ ഒരു വാരത്തിൽ നീങ്ങിപ്പോകുന്നതായിട്ട് തോന്നാം. ഒരു വ്യവസ്ഥയില്ലാതെ അല്ലെങ്കിൽ ഒരു പറഞ്ഞതിൽ നിന്ന് വാക്ക് മാറ്റി പോകുന്നത് വീണ്ടും ഒരു 2-3 മാസം മുന്നേ ഇതൊരു ഫലം ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പോഴും ചന്ദ്രൻ്റെ ഈ സഞ്ചാരം, അതോടൊപ്പം തന്നെ ഈ ചൊവ്വയോടൊപ്പം ഗുളികനൊക്കെ യോഗം ചെയ്ത് ആരോഗ്യ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിൽ വിദേശ സംബന്ധപ്പെട്ടുള്ള യാത്രകൾക്ക് തടസ്സം നേരിടുന്നതിനും വിവാഹ ജീവിതത്തിലൊക്കെ ബുദ്ധിമുട്ട് വരുന്നതിനും ദാമ്പത്യ പ്രണയ ജീവിതത്തിലൊക്കെ അല്പം തടസ്സങ്ങളോ ഉറപ്പിച്ച വിവാഹങ്ങൾ നീങ്ങിപ്പോകാനൊക്കെ ഒരു സാധ്യത ഈ ഒരു വാരത്തിൽ കന്നിക്കൂറുകാർക്കുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥനാ ഭജനത്തോടുകൂടി നീങ്ങിയ ദേവീക്ഷേത്രത്തിലും ദുർഗാ പരമേശ്വരി ദേവീ ഭാവത്തിൽപ്പെട്ട ദുർഗയെ വളരെയധികം ആരാധിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് നാരായണ സഹോദരി എന്ന ഭാവത്തിലുള്ള ദുർഗാ പരമേശ്വരി
പിന്നെ ഇപ്പം കാളി, കൗമാരി, ഭദ്രയായിക്കൊണ്ടും ചാമുണ്ടിയായും അതോടൊപ്പം തന്നെ പിന്നെ വിജയയായും ഇങ്ങനെ അനവധി തരത്തിൽ അറിയപ്പെടുന്നതായ ശക്തി പിന്നെ പൂർണ്ണ ശക്തിയിലുള്ള കാളി സ്വരൂപമല്ല, മറ്റ് ദുർഗയായിക്കൊണ്ടും നാരായണ സഹോദരി ലളിതാ പരമേശ്വരിയായിട്ട് ഭജിക്കുന്നതും ആരാധിക്കുന്നതും വളരെയധികം നല്ലത്. അതിൽ മുഖ്യമായി തന്നെ വെള്ളിയാഴ്ച ദിവസം ഈ കന്നിക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് വളരെയധികം മാറ്റം വരുന്നതാണ്. ദേവീ മഹാത്മ്യം അതിൽ കവചം പാരായണം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. മാനസികമായിട്ടുള്ള വിഷമം മാറുന്നതിനും കർമ്മ തടസ്സങ്ങൾ നീങ്ങുന്നതിനും മറ്റു ശത്രുഭയം മാറുന്നതിനും വളരെയധികം നല്ലതാണ്. അകാരണമായ ഭയങ്ങളൊക്കെ മാറിക്കിട്ടാൻ കന്നിക്കൂറുകാർക്ക് വളരെയധികം നല്ലതാണ്. തടസ്സങ്ങൾ നീങ്ങാൻ എങ്കിൽ കന്നിക്കൂറുകാരുടെ ആരോഗ്യസ്ഥിതി പറഞ്ഞല്ലോ ഒന്ന് ശ്രദ്ധിക്കാനാണ്. മുഖ്യമായിട്ട് വാഹനാദി വിഷയങ്ങളും ഒന്ന് കൈകാര്യം ചെയ്യുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കാം. 3-ാം ഭാവത്തിൽ ഈ ചൊവ്വയാണ്. എല്ലാത്തിലും ഒരു ക്രമക്കേട് കൊണ്ടാണ്, അശ്രദ്ധ കൊണ്ടാണ് ഇതൊക്കെ വന്നു ചേരാനുള്ളൊരു കാര്യം. എങ്കിൽ ജോലിയിൽ ഉള്ളവരെ സംബന്ധിച്ച് ആ ജോലിയിൽ ഒരു തടസ്സം ഉണ്ടെങ്കിലും അതൊക്കെ നേരെയാക്കി പോകും. ആ വ്യാഴത്തിൻ്റെ ഒരു 9-ാം ഭാവസ്ഥിതി, ശുക്രൻ്റെ ഒരു 9-ാം ഭാവസ്ഥിതി, അതൊക്കെ വളരെയധികം നല്ലതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു വാരത്തിൽ കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, ദുർഗാ പരമേശ്വരിക്ക് വെള്ള നിവേദ്യം നടത്തുക, പിന്നെ നിവേദ്യം നടത്തുന്നത് അതോടൊപ്പം തന്നെ ശംഖുധാര നടത്തുന്നത് വളരെയധികം നല്ലതാണ് ഈ ഒരു വാരത്തിൽ. ഈ പിന്നെ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ശനിക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നത് ആരോഗ്യ പ്രശ്നം ഒരു പരിധിവരെ കുറക്കുന്നതിന് വളരെയധികം നല്ലതാണ്. അതോടൊപ്പം തന്നെ ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അതോടൊപ്പം നമ്മുടെ പ്രധാനപ്പെട്ട ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിലൊക്കെ വഴിപാട് ചെയ്യാൻ സാധിക്കുക. എത്രയോ പേരൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തീർത്ഥാടനങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് വളരെയധികം നല്ലതാണ് കന്നിക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ. ചിത്രയുടെ അവസാന ഭാഗം ചോതി, വിശാഖത്തിൻ്റെ ആദ്യ ഭാഗങ്ങളടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ തുലാവക്കൂറുകാരുടെ 7-ാമത്തെ ഭാവത്തിലേക്കാണ് ചൊവ്വ സഞ്ചരിച്ചിട്ടുള്ളത്. അന്ന് വൃത്തികാരകനായിട്ടുള്ള ചൊവ്വ 7-ൽ വരുമ്പോൾ പല കാര്യങ്ങളും പൂർത്തീകരിക്കാനുള്ള ഒരു സാധ്യതയാണ്. പ്രത്യേകിച്ച് ഈ തുലാവക്കൂറുകാരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ അനുകൂല സ്ഥിതി വരാനാണ് സാധ്യത. പിന്നെ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് പിന്നെ വിദേശത്ത് പോകുന്നതിന് പൂർണ്ണ യോഗം, പരിശ്രമിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ റിസൾട്ട് കിട്ടുന്ന ഒരു വാരമായിട്ട് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കും. കുറേ പേർക്കെങ്കിലൊക്കെ അത് വളരെ അനുകൂലത്തിൽ വന്നു ചേരുക. കർമ്മ സംബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ നീങ്ങി വരുന്നതായിട്ട് തുലാവക്കൂറുകാർക്ക് മനസ്സിലാവും. ആരോഗ്യ ക്ലേശങ്ങൾ നീങ്ങി വരുന്നതായിട്ട് കാണാം. രക്തസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ, മുഖ്യമായി തലചുറ്റൽ, തലവേദന തുടങ്ങിയതായിട്ടൊക്കെ ചെറിയ ചെറിയ നിത്യാനുഭവങ്ങളായ അസുഖങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ അത് മാറി വരുന്നതായിട്ട്, അതിലൊക്കെ ഒരു റിലീഫ് കിട്ടുന്നതായിട്ട് കാണാം ഈ ഒരു വാരത്തിൽ ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച്. പ്രധാനപ്പെട്ട തുലാവക്കൂറുകാർക്ക് ഈ ദൈവാധീന കുറവ് വരുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് വ്യാഴക്ഷേത്രത്തിൽ നവഗ്രഹങ്ങളിൽ വ്യാഴത്തെ വളരെയധികം ജപിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലതാണ്. ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം ഗുരും പ്രണതോസ്മ്യഹം എന്ന ഈ മഹാഗുരുമന്ത്രത്തെ നല്ലതുപോലെ ഗുരുനാഥനായ ബൃഹസ്പതിയെ, ആ അസുര യുദ്ധത്തിൽ ദേവന്മാരെ കാത്തിരുന്ന ഭഗവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാരെ ഉപദേശിച്ച് കാത്തിരിക്കേണ്ട, ജപിച്ച് ദേവന്മാരെ രക്ഷിക്കേണ്ടുന്ന ആ ഒരു ബൃഹസ്പതിയെ പ്രാർത്ഥിച്ചാൽ നമുക്കും അതുപോലെ അനുഗ്രഹത്തെ കിട്ടും എന്നുള്ളത് കൊണ്ട് ഈ ഒരു മന്ത്രത്തെ നിങ്ങൾക്ക് പഠിക്കുന്നതും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം. ആ മന്ത്രത്തെ അറിയില്ലെങ്കിൽ അത് പഠിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും കാശീപുരാധീശ്വരിയായിട്ടുള്ള ഭഗവതിയെ അന്നപൂർണേശ്വരി എന്ന ഭാവത്തിൽ അന്നദാനത്തിനായി കൊണ്ട് സമർപ്പിക്കുന്നതും, ഈ ദേവീക്ഷേത്രത്തിൽ അന്നദാനത്തിന് സമർപ്പിക്കുന്നതും, സാധുക്കൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു വാരത്തിൽ തുലാവക്കൂറുകാരെ സംബന്ധിച്ച്. വിശാഖ അവസാന ഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ സ്വക്ഷേത്രത്തിലേക്ക് ചൊവ്വ വന്നു എന്നുള്ള ഒരു ഗുണമാണ്. ചൊവ്വ 6-ാം ഭാവത്തിലേക്ക് വന്നു ഉള്ളതാണ് മറ്റൊരു ഗുണം. അതുകൊണ്ട് തന്നെ ഈ വൃശ്ചികക്കൂറിൽ പെട്ടിട്ടുള്ളവർക്കും മേടക്കൂറിൽ പെട്ടിട്ടുള്ളവർക്കും അത്ര ഒരു ബുദ്ധിമുട്ടല്ല. 6-ാം ഭാവത്തിൽ ചൊവ്വ വന്നു കഴിഞ്ഞാൽ അതൊരു നല്ലതായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. പൊതുവെ എല്ലാവർക്കും മറ്റുള്ള കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ആരോഗ്യ ക്ലേശങ്ങളാണ് അനുഭവത്തിൽ വരുമെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള വിഷയങ്ങളിൽ തടസ്സം വരാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ ചെറിയ തടസ്സങ്ങൾ വരാം എന്നല്ലാതെ മുഖ്യമായ തടസ്സങ്ങൾ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ദശകളുടെ ഒരു സ്വാധീനം വളരെയധികം ചിന്തനീയമാണ് ഈ ഒരു കാലഘട്ടത്തിൽ. വൃശ്ചികക്കൂറുകാരുടെയും പ്രത്യേകിച്ച് ഈ മേടക്കൂറുകാരുടെയും സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഈ 2 കൂറുകാരുടെയും വളരെയധികം ചിന്തിക്കേണ്ടതാണ്. ഈ ഒരു ദശയും കൂടി സ്വാധീനിച്ച് കഴിഞ്ഞാൽ വളരെയധികം അനുകൂലത്തെ കൊണ്ടുതരാൻ പറ്റുന്ന കാലമാണ്. പ്രത്യക്ഷത്തിൽ നമുക്ക് ഈ ചൊവ്വ മാറിയിട്ടുള്ളത് ഈ ഒരു വാരത്തിൽ മോശമായി തോന്നാം, പക്ഷേ വളരെ അനുകൂലത്തെ കിട്ടുന്നതാണ്.
വാഹനാദി വിഷയങ്ങളിൽ അനുകൂല സ്ഥിതി വരുന്നതായിട്ട് കാണാം. ഈശ്വരാധീനമുള്ളവരുടെ അവരുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് അവർക്ക് വാഹനാദി വിഷയത്തിലൊക്കെ ലബ്ധത കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭവന വിഷയത്തിൽ പൂർത്തീകരിക്കുന്നു. ഭവനം ഓടി പിടിപ്പിക്കുന്നതിനും അതോടൊപ്പം ഈ ഭൂമി സംബന്ധപ്പെട്ട വിഷയങ്ങളിൽ ക്രയവിക്രയങ്ങളൊക്കെയുള്ള ഒരു സാധ്യത ഈ ഒരു വാരത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും വൃശ്ചികക്കൂറുകാരുടേത്. എങ്കിൽ 9 അഷ്ടമത്തിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു വ്യാഴത്തിൻ്റെയും അതോടൊപ്പം തന്നെ ശുക്രൻ്റെയും ഒക്കെ സ്ഥിതി വളരെയധികം ഈശ്വരാധീനത്തിൻ്റെ ഒരു പോരായ്മയെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ ഒരു 7ാം ഭാവത്തിലുള്ള സ്ഥിതി നിവൃത്തികാരകനായിട്ടുള്ള ഗ്രഹങ്ങളാണെങ്കിലും അവിടെ ആദിത്യൻ്റെ സ്ഥിതിയൊക്കെ പൂർണ്ണത കിട്ടില്ല നമുക്ക്. അല്ലെങ്കിൽ ഉള്ളതിലൊരു തൃപ്തി ആയിക്കൊണ്ട് വീണ്ടും ഭഗവത് വിചാരമൊക്കെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമായിട്ട് വൃശ്ചികക്കൂറുകാർക്ക് കാണാം. അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഒരു 2 ആഴ്ച മുന്നേ ഒരു നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലൊക്കെ. അതിൻ്റെ ഒരു തൃപ്തിയോടുകൂടി ഈ ഒരു വാരത്തിലൊക്കെ ഒരു അലസത കാണാൻ വേണ്ടി സാധിക്കും. ഈ ആദിത്യൻ്റെ ഒരു 7ാം ഭാവത്തിലെ സ്ഥിതിയാണ്. എങ്കിൽ 6ാം ഭാവത്തിലുള്ള ചൊവ്വ വന്നത് എന്തായാലും ഈ ഒരു വാരത്തിൽ അവസാനത്തോടു കൂടി അനവധി മാറ്റങ്ങളെ ഈ വൃശ്ചികക്കൂറുകാർക്ക് കൊണ്ടുതരുന്നതാണ്. കർമ്മകാര്യത്തിലൊക്കെ തടസ്സങ്ങൾ മാറി ജോലി തടസ്സപ്പെട്ട് നിൽക്കുന്നവർക്ക് ജോലി കയറ്റത്തിലേക്കും അല്ലെങ്കിൽ ജോലിയിൽ ആരംഭിക്കുന്നതിനും ഒക്കെയുള്ള ഒരു സാധ്യത ഈ ഒരു വാരത്തിൽ കാണാം. ദേവീക്ഷേത്ര ദർശനം മുഖ്യമായി ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ശനിക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, നെയ്വിളക്ക് കത്തിക്കുന്നതും, തുളസിമാല ചാർത്തുക, പാൽപ്പായസം കത്തിക്കുക, സുബ്രഹ്മണ്യ പെരുമാളിന് നെയ്യമൃത് വെക്കുക, നെയ്വിളക്ക് കത്തിക്കുക വളരെയധികം നല്ലതാണ് ഈ ഒരു വാരത്തിൽ. പ്രത്യേകിച്ച് ഈ തടസ്സങ്ങൾ അഥവാ വരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ദേവീക്ഷേത്രത്തിൽ കടുംപായസം ചെയ്താലും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ആ സുബ്രഹ്മണ്യ സ്വാമിയെ തന്നെ നല്ലതുപോലെ പ്രാർത്ഥിക്കുന്നത് ഒരു പരിധിവരെ ദോഷങ്ങൾ നീങ്ങുന്നതിന് വളരെയധികം നല്ലതാണ് വൃശ്ചികക്കൂറുകാരുടെ. മൂലം, പൂരാട, ഉത്രാടം നക്ഷത്രങ്ങളടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ 5ാമത്തെ ഭാവത്തിൽ കേന്ദ്രത്തിലേക്ക് മൂലത്രികോണസ്ഥിതനായി സ്വക്ഷേത്രസ്ഥിതനായി ചൊവ്വ വന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ 12ാം ഭാവകാരകനാണ്. അതുകൊണ്ട് തന്നെ അല്പം ഗുണദോഷ സമ്മിശ്രങ്ങളാണ് ഈ ഒരു വാരത്തിൽ ധനുക്കൂറുകാർ പ്രതീക്ഷിക്കേണ്ടത്. 6ാമത്തെ ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതോടുകൂടി തന്നെ ദൈവാധീന വിഷയത്തിൽ ഒരു അകാരണമായ ഒരു മാത്സര്യം വരാനും അല്ലെങ്കിൽ ദൈവീകമായ വിഷയങ്ങളിൽ ഒരു അശ്രദ്ധ വരാനും ഒക്കെ ഒരു കാരണം ഈ ഒരു വാരത്തിൽ ധനുക്കൂറുകാർക്ക് കണ്ടുവരുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ഒരു ആലസ്യം വന്നു ചേരാനുള്ള ഒരു സാധ്യതയാണ്. എങ്കിൽ അകാരണമായിട്ടുള്ള ശത്രുക്കളുടെ യോഗമാണ്. വെറുതെ ഒരു കാര്യമില്ലാതെ നമ്മുടെ അടുത്ത് ശത്രുത വരാനുള്ള ഒരു സാധ്യത, ഒരു ബാഹ്യമായിട്ടുള്ള ഇടപെടലുകൾ ജീവിതത്തിലേക്ക് വന്നു ചേരാനുള്ള ഒരു കാരണമാണ് ഈ ഒരു വാരത്തിൽ. സൗഹൃദങ്ങളിൽ ഉണ്ടാകുന്ന അകാരണമായ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഈ ധനുക്കൂറുകാർ വാഹനാദി വിഷയങ്ങളിൽ തടസ്സം നേരിടാതിരിക്കുക, വാഹനാദി വിഷയങ്ങളിൽ അശ്രദ്ധ വരാതിരിക്കുക. ചെറിയ അശ്രദ്ധ പോലും വാഹന വിഷയങ്ങളിലൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അവരുടെ ആരോഗ്യ കാര്യത്തെ സംബന്ധിച്ച് രക്തസംബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഒരു ക്ലേശം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ശൈത്യ സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ, ജലജന്യ രോഗങ്ങൾ വന്ന് പിടിപെടുന്നതിന് ചെറിയ കാരണജന്യ രോഗങ്ങൾ, അതായത് ചെറിയൊരു കാരണം കൊണ്ട് ചെറിയ ജലദോഷത്തിലൂടെയൊക്കെ തുടങ്ങിയിട്ട് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കാനുള്ള അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരില്ലേ, മധ്യവയസ്സിലുള്ള മുകളിലോട്ടുള്ളവരൊന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധപ്പെട്ടുള്ള അസുഖങ്ങളുള്ളവരൊക്കെ ഒന്ന് ഈ ഒരു വാരത്തിൽ ചന്ദ്രൻ്റെ ചാരവശാലുള്ള പക്ഷഫലം ഏറ്റക്കുറച്ചലിനനുസരിച്ചൊക്കെ ഈ ഒരു ഗ്രഹസ്ഥിതി നമ്മളെ സ്വാധീനിക്കും. മനുഷ്യനില്ലേ, ഈച്ച് ആൻഡ് എവരി സെക്ടറിലാണ് ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൻ്റെ എഫക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ സെക്കൻഡിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കൊരു നിമിഷം മതി ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഒന്ന് കരുതിയിട്ട് നീങ്ങേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ 10ാമത്തെ ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നതോടുകൂടി കർമ്മ സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിലൊക്കെ ഒന്നും കൂടി ഒരു നവീകരിക്കാനുള്ള ഒരു ചിന്തയും ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങളാണ് സാധാരണ കച്ചവടങ്ങളും ചെറിയ കടകളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ഒന്ന് മോടി കൂട്ടുന്നതിനും ഒക്കെയുള്ള ഒരു കാലമായിട്ട് ഇതിന് ചിന്ത വരുന്ന ഒരു കാലഘട്ടമായിട്ട് ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, നാഗക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക. അതോടൊപ്പം തന്നെ നവഗ്രഹങ്ങളിൽ വെച്ചിട്ട് കേതുവിന് മുഖ്യമായി വിശേഷ അർച്ചനകൾ ചെയ്യുന്നതും മുദ്ര നിവേദിക്കുന്നതും അതോടൊപ്പം തന്നെ രാഹു കേതുക്കൾക്ക് അർച്ചന വളരെ മുഖ്യമാണ്.
പ്രത്യേകിച്ച് ഈ ധനുക്കൂറിൽ പെട്ടിട്ടുള്ളവർ ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെ ഒക്കെ ഒരു അപഹാര ദശ കാലഘട്ടങ്ങളാണ്. മറ്റുള്ള ദശയിൽ ഈ ഗ്രഹങ്ങളുടെ അപഹാരങ്ങളോ മറ്റോ നടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് നീങ്ങുന്നത് വളരെയധികം നല്ലതാണ്. വിശദമായ ഒരു ജാതക പരിശോധന നല്ലൊരു ദൈവജ്ഞനെ കണ്ട് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. എങ്കിൽ പഞ്ചവർണ്ണം ധരിക്കുന്നത് വളരെയധികം മാനസിക ധൈര്യത്തെ വർദ്ധിപ്പിക്കും, കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നതാണ്. 3ലധികം നിറങ്ങളോടുകൂടിയ വസ്ത്രം ധരിക്കുക, അതൊക്കെ കേതു പ്രീതിക്ക് വളരെയധികം നല്ലതായിട്ട് കാണാറുണ്ട്. അതൊക്കെ ഈ ഒരു വാരത്തിൽ ധനുക്കൂറുകാരുടെ ജീവിതത്തിലേക്ക് നല്ലതിനെ കൊണ്ടുതരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉത്രാടം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ ഭാഗങ്ങളടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ ജന്മശനി ഫലം തന്നെയാണ്. 2ാം ഭാവത്തിൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. 3ൽ രാഹു, 4ാം ഭാവത്തിലേക്ക് ചൊവ്വയുടെ ഒരു സഞ്ചാരം, ബുധൻ്റെ യോഗം, അതോടൊപ്പം തന്നെ 5ൽ ശുക്രനും വ്യാഴവും ആദിത്യനും ഈ ഒരു വാരത്തിൽ പകുതി വരെ സഞ്ചരിക്കുന്ന കാണാം. എങ്കിൽ 9ാം ഭാവത്തിലുള്ള ഈ ഒരു കേതുവിൻ്റെ സഞ്ചാരസ്ഥിതി പൂർവികമായിട്ടുള്ള ഭാഗ്യങ്ങൾക്ക് ഒരു പരിധിവരെ ഈ ഒരു വാരത്തിലും തടസ്സങ്ങൾ വരാം. മാനസികമായിട്ടുള്ള ആരോഗ്യക്ഷതമാണ്. മാനസികമായിട്ടുള്ള ആരോഗ്യ ക്ഷീണം ഈ ഒരു വാരത്തിൽ പ്രത്യേകിച്ച് ഒരു പ്രതീക്ഷയുണ്ടായ വിഷയങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ, അതോടൊപ്പം തന്നെ ധനസംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ശനിയെ കൊണ്ട് മുഖ്യമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ ദേഹസ്യ സൗഷ്ഠവം, സ്വാസ്ഥ്യം, സ്വസ്ഥത എന്നുള്ള മാനസിക നിലയെ സംബന്ധിച്ചിട്ടൊക്കെ ഒരു വിഷമത്തോടുകൂടെ സഞ്ചരിക്കാനുള്ള ഒരു വാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. എങ്കിൽ മുഖ്യമായിട്ട് ഈ ഒരു വാരത്തിൽ ശനിയെ നല്ലതുപോലെ ഭജിക്കുന്നവരെ സംബന്ധിച്ച ഒരു ഈശ്വരാധീനത്തിൻ്റെ തോതനുസരിച്ച്, ജാതകവശാലുള്ള മറ്റ് ഗ്രഹബലങ്ങൾക്കനുസരിച്ച്, മറ്റ് ഗ്രഹങ്ങളുടെ ശത്രുമിത്ര സ്ഥിതിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വാരത്തിൽ ഒന്ന് വളരെയധികം ഗൗരവത്തിൽ തന്നെ നീങ്ങാം ഈശ്വരാധീനമില്ലാത്തവരെ സംബന്ധിച്ച്. തിരുവോണം, അതോടൊപ്പം തന്നെ അവിട്ടം, അതോടൊപ്പം തന്നെ ഉത്രാടത്തിലും പെട്ടിട്ടുള്ള ഈ 3 നക്ഷത്രക്കാരും ഈ ഒരു വാരത്തിൽ മുഖ്യമായി വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും, അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ അന്നദാനത്തിൽ പങ്കെടുക്കുന്നതിനും അന്നദാനത്തിന് കൊടുക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. സാധുജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനും എപ്രകാരത്തിൽ നമ്മൾ ജപം ചെയ്യാൻ സാധിക്കുക, അതോടൊപ്പം തന്നെ ഹോമം ചെയ്യാൻ, അതോടൊപ്പം തന്നെ നമുക്ക് തർപ്പണം ചെയ്യാൻ സാധിക്കുക, അതോടൊപ്പം തന്നെ അർപ്പണം ചെയ്യാൻ സാധിക്കുക. ഇത് 4ഉം കൂടി കൂടുമ്പോഴേ നമുക്ക് പൂർണ്ണത കിട്ടുള്ള ഒരു കർമ്മത്തിന് എന്നാണ് പറയാൻ വേണ്ടി സാധിക്കുക. അതുപോലെ ആത്മസമർപ്പണം പൂർത്തീകരിക്കുന്നതിനാണ് ഇത്തരത്തിൽ അന്നദാന സമന്ദാനം വിദ്യാദാനമതഃപരം അന്നദാന ക്ഷണേന തൃപ്തി. ദാനം കൊണ്ട് ഒരു നിമിഷം കൊണ്ടാണ് മർത്യന് തൃപ്തി കിട്ടുക. അയാ ആത്മാസംപ്രസീദതി എന്ന് ശ്രീമദ് ഭാഗവതം പാടുന്നത് ഈ ഒരു ആത്മസമർപ്പണത്തിനാണ്. അത് ഈ ഒരു വാരത്തിൽ ഈ മകരക്കൂറുകാർ പൂർത്തീകരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. അതിന് മുഖ്യമാണ് അന്നദാനം ചെയ്യാൻ സാധിക്കുക. വിദ്യാദാനം നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കണമെന്നില്ല. അന്നദാനത്തിലൊക്കെ നല്ലതുപോലെ ചെയ്യാൻ വേണ്ടി സാധിക്കുക. ക്ഷേത്ര ദർശനം ചെയ്യുക, തീർത്ഥാടനങ്ങൾ ചെയ്യുക, ഇതൊക്കെ മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യത്തെ ചേർത്ത് വെക്കുന്നതിന് വളരെയധികം നല്ലതാണ്. എങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ ദന്തരോഗങ്ങളൊന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നത് വളരെയധികം നല്ലതാണ്. ശിരോരോഗം ഒന്ന് ശ്രദ്ധിക്കാൻ സാധിക്കുക. മകരക്കൂറുകാരെ സംബന്ധിച്ച് ഹൃദയ സംബന്ധപ്പെട്ടിട്ടുള്ള അസ്വസ്ഥതകൾ ഉള്ളവരെ സംബന്ധിച്ച് ശ്വാസകോശ സംബന്ധപ്പെട്ടുള്ള അസുഖങ്ങളോ നെഞ്ചുവേദനയൊക്കെ അതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ് ഈ ഒരു വാരത്തിൽ. ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ പെട്ടിട്ടുള്ളവർക്ക് ഈ ഒരു വാരത്തെ സംബന്ധിച്ച് ചന്ദ്രവശാലുള്ള ചന്ദ്രൻ്റെ സഞ്ചാരഗതിക്കനുസരിച്ച് മാനസികമായിട്ടുള്ള സുഖങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ ഐക്യത വന്നു ചേരുന്നതിനും വളരെയധികം ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള സമയം തന്നെയാണ്. ഈയൊക്കെ വിഷമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ നിന്നുള്ള ഒരു അനുകൂലം വളരെയധികം തൃപ്തി ഇല്ലേ. ഇപ്പോൾ ദാമ്പത്യ ജീവിതത്തിലുള്ള തൃപ്തി കൊണ്ട് മാത്രം ജീവിക്കുന്ന ആ ഒരു മനസ്സിൻ്റെ ഒരു ചേർച്ച, ആ ഒരു മനസ്സിൻ്റെ ഒരു ധൈര്യം കൊണ്ട് തന്നെ ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മുടെ മനസ്സാണ് ഇതിനെ പൂർണ്ണമായി ഇതൊക്കെ ബാധിക്കുന്ന മനസ്സിനെയാണ്. ഇതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ ഈ ഒരു വാരത്തിൽ ഈ ഒരു മകരക്കൂറുകാർക്ക് ശനിക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, നവഗ്രഹങ്ങൾക്ക് പാലുകൊണ്ട് അഭിഷേകം ചെയ്യുന്നത് വളരെയധികം നല്ലത്. അതോടൊപ്പം തന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നത് വ്യാപാര തടസ്സങ്ങൾ നീങ്ങുന്നതിനും അതോടൊപ്പം തന്നെ വ്യവഹാരങ്ങളൊന്ന് വേഗത്തിൽ നടക്കുന്നതിനും ഒരു ഉത്സാഹം കൂടുന്നതിനൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു വാരത്തിൽ മകരക്കൂറുകാരെ സംബന്ധിച്ച്. അവിട്ടം, ചതയം, പൂരുട്ടാതി നക്ഷത്രങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ
കുംഭക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ ജന്മശനി ദോഷം എന്നുള്ള ഒരു അവസ്ഥയാണ്. എങ്കിൽ 2-ൽ രാഹു 3-ാം ഭാവത്തിലാണ്, കാരകനായ വിക്രമത്തിലേക്കാണ്, വിക്രമസ്ഥാനപതിയായിട്ടും കൂടി വരികയാണ് കുംഭക്കൂറുകാരുടെ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ദോഷങ്ങൾ കുറയാനാണ് സാധ്യത. കുംഭക്കൂറുകാർക്ക് ക്രമക്കേടുകളൊന്ന് കുറഞ്ഞു വരുന്നത്, ഒരു ഡിസോർഡേഴ്സ് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഒരു എന്താ പറയുക, ഉദാഹരണം കാലത്ത് എഴുന്നേക്കാൻ പോലും മടിയുള്ളവർക്ക് അതൊക്കെ ഒന്ന് വേണമെന്ന് തോന്നിയിട്ട് അവരൊന്നൊന്ന് ഉത്സാഹത്തോടെ ജീവിതത്തിനെ കാണുന്ന ഒരു കാലഘട്ടമായിട്ട്, ഇതിനൊക്കെ വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ് ഈ ചൊവ്വയുടെ ഒരു മാറ്റം. അതാണ് ഈ കാരകഗ്രഹം എന്നുള്ളത് വളരെ മുഖ്യമായിട്ടുള്ള ഗ്രഹമാണ്. ഇപ്പോൾ വ്യാഴം എന്നുള്ള സർവീശ്വരകാരകനെ സംബന്ധിക്കുന്ന അതേ ഒരു ഫലം തന്നെ നമുക്ക് നവഗ്രഹങ്ങൾ എന്നീ 2 തമോഗ്രഹങ്ങളായ രാഹുകേതുക്കളെ മാറ്റിവെച്ചാൽ 3 ഗ്രഹങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രഹമാണ്. അത് വിവാഹ ജീവിതത്തിലായാലും ഒരു മനുഷ്യൻ്റെ, അതായത് പ്രപഞ്ച സൃഷ്ടിയിൽ വിട്ടിട്ട് ഏറ്റവും വിശേഷപ്പെട്ട ഈ മനുഷ്യ ജീവിതത്തിലാണല്ലോ ഇതൊക്കെ തിരിച്ചറിയുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നു ഈ ചൊവ്വ എന്നുള്ള ഗ്രഹം എന്നാണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ക്രമക്കേടുകളൊക്കെ ഒന്ന് മാറിപ്പോയി അവരുടെ കാര്യത്തിലൊക്കെ ഇപ്പോൾ എന്താ പറയുക, ഉദാഹരണം ഒരു കച്ചവടത്തിൽ വേണ്ടുന്ന പോലെ ഒരു പ്രോഫിറ്റ് റെഗുലറായിട്ട് വരുന്നില്ലെങ്കിൽ, ഒരു സ്റ്റേബിളായിട്ട് ഒരു കച്ചവടത്തിൽ വ്യാപാരത്തിൽ ലാഭമില്ലാത്തവർക്കൊക്കെ അതൊന്ന് സുനിശ്ചിതമായി കിട്ടുന്ന ഒരു കാലഘട്ടം നിശ്ചയിക്കപ്പെടുന്നു അവരുടെ എല്ലാത്തിൻ്റെ ഒരു ഗ്രാഫ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. അങ്ങനെ ജീവിതത്തിൽ വളരെയധികം അനുകൂലങ്ങൾ തന്നെയാണ് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വരാൻ വേണ്ടി സാധ്യത. എങ്കിൽ വാഹനാദി വിഷയങ്ങളിൽ വളരെയധികം അനുകൂലം തന്നെയാണ്. ഭവന വിഷയങ്ങളിൽ വീട് മോടി കൂട്ടുന്നതിനും അതോടൊപ്പം ഭവനം വെക്കുന്നതിനും പുതിയ നിർമ്മാണം ആരംഭിക്കുന്നതിനും അതിനൊക്കെയുള്ള, ഒപ്പം തന്നെ വീട് എന്താ പറയുക, കിണർ കുഴിക്കുന്നതിന് അതോടൊപ്പം തന്നെ ജലാശയങ്ങൾ നിർമ്മിക്കുന്നതിനും ഇതിനൊക്കെയുള്ള ഒരു കാലഘട്ടമായിട്ട് ഈ ഒരു കുംഭക്കൂറുകാർ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. നിത്യവൃത്തി ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ്. സാധാരണ ചെറിയ നിത്യവേതനത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന എത്രയോ പേര് നമ്മുടെ നാട്ടിലുണ്ടല്ലേ. ചെറിയ വണ്ടി ഓടിച്ചിട്ടായി കഴിഞ്ഞാലും കച്ചവടം കൊണ്ട് ജീവിക്കുന്നവരും മറ്റ് പല തൊഴിലുകൾ ഏർപ്പെട്ടുള്ളവരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. ശനിക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, മുത്തപ്പന് വഴിപാട് കഴിക്കാൻ വേണ്ടി സാധിക്കുക, അതോടൊപ്പം തന്നെ ശാസ്താക്ഷേത്ര ദർശനം ചെയ്യുക, നീരാഞ്ജനം ചെയ്യുക, കറുത്ത വസ്ത്രം ധരിക്കുക, ഇന്ദ്രനീലം ധരിക്കുക, ഇതൊക്കെ മനസ്സിന് വളരെയധികം നല്ലത്. ഇന്ദ്രനീലം പ്രഭാത സമയത്ത് ധരിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള ഒരു ഉണർവിന് വരുന്നതിനും അതോടൊപ്പം തന്നെ തടസ്സങ്ങൾ നീങ്ങുന്നതിനും ഒക്കെ കൂടി സുദർശന യന്ത്രം ദേഹരക്ഷ ധരിക്കുന്നത് വളരെയധികം നല്ലതാണ്. വിദ്യാതടസ്സം നീക്കുന്നതിന് സാരസ്വത കൃത പുഷ്പാഞ്ജലി, സരസ്വതി സൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നതും അതൊക്കെ ജപിച്ച് സേവിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് ഈ കുംഭക്കൂറിൽ പെട്ടിട്ടുള്ളവർക്ക് ഈ ഒരു വാരത്തിൽ. പൂരിട്ടാതി അവസാന ഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് മീനത്തിൽ നിന്നും 2-ാം ഭാവത്തിലേക്ക് ചൊവ്വ സ്വക്ഷേത്രത്തിലേക്ക് സഞ്ചരിച്ചു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലൊക്കെ കുറച്ചൊരു ശ്രദ്ധ വേണ്ടുന്ന ഒരു കാലമാണ്. അധികം ക്രയവിക്രയം നടക്കും എന്നാണ് പറയേണ്ടത് ഈ ഒരു വാരത്തിൽ. അനവധി സമ്പത്ത് വരുന്നതിനും അതുപോലെ ചിലവാകുന്നതിനൊക്കെയുള്ള ഒരു കാലമുണ്ട്. അതുകൊണ്ടൊക്കെ ചിലവൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നത് വളരെയധികം നല്ലതാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് ബിസിനസ് രംഗത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ലാഭം വന്നു ചേരുന്നതിനും അവനവൻ്റെ ഈശ്വരാധീനത്തിനും ജാതകത്തിലെ യോഗത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഫലങ്ങൾ ഉണ്ടാവാം. എങ്കിൽ പൊതുവെയുള്ള ഫലം ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, ഒരു സാമാന്യം നന്നായി പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിത ഭാഗ്യം, ഇരട്ടി ലാഭം വരുന്നതും മികച്ച ലാഭം വരുന്നതിനൊക്കെയുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. ആരോഗ്യത്തിൽ അനവധി അസുഖങ്ങൾ, മുഖ്യമായി ഈ ഉദര സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ മാറിപ്പോയതായിട്ട് തോന്നാം. പാദരോഗങ്ങൾ മാറിയതും വാദസംബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ മാറിയതൊക്കെ ഒരു അനുഭവം നമുക്ക് തോന്നിയേക്കാവുന്ന ഒരു വാരമായിട്ട് വരാം. എങ്കിൽ ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ അല്പം തടസ്സങ്ങൾ ഉണ്ടാവാനും കേസുവകകൾ വരെയൊക്കെ വന്നു ചേരാനും വാഹനാദി വിഷയങ്ങളിൽ തടസ്സം വരാനും വാഹനങ്ങളിൽ അപകടങ്ങളും അശ്രദ്ധ കൊണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനും ഒരു സാധ്യത മീനക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അത്ര പൂർണ്ണയോഗമല്ല, ഒന്ന് ശ്രദ്ധിക്കാൻ സാധിച്ചാൽ നല്ലതാണ്. എങ്കിൽ വിദ്യാഭ്യാസം സംബന്ധപ്പെട്ടിട്ട് വിദേശ യാത്രകൾക്കും മറ്റും കരുതിയിരിക്കുന്നവർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ട് വരാനാ സാധ്യത. ദശാപഹാര സമയങ്ങളും മറ്റും ജാതകത്തിലെ ഗ്രഹസ്ഥിതിയും വളരെയധികം ഈ ഒരു യോഗം പൂർണ്ണമാവണമെങ്കിൽ സ്വാധീനിക്കപ്പെടും എന്നുള്ളത് വളരെയധികം നല്ലതാണ്. എങ്കിൽ തന്നെയും 2-ാം ഭാവത്തിൽ ഈ രുചകയോഗം നടക്കുന്നത് കൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ളതും അനവധി
സമ്പത്തുകൾ അപ്രതീക്ഷിതമായിട്ട് ലോട്ടറി അടിക്കാനൊക്കെയുള്ള ഭാഗ്യം വരെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു മീനക്കൂറുകാരെ സംബന്ധിച്ച്. ഇനിയിപ്പം ലോട്ടറി അടിക്കണമെന്നില്ല, പക്ഷേ അടിച്ചുകൂടാണ്ടില്ല, അതൊരു പ്രതീക്ഷയാണ് അല്ലേ. നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കാലം അനുകൂലമായിട്ട് വരുമ്പോഴാണ് നമ്മളെല്ലാം നല്ല വെയിലുള്ള സമയത്തല്ലേ നമ്മൾ നല്ലതുപോലെ ഉണക്കിയെടുക്കുക. അതുപോലെ ഗ്രഹങ്ങളൊക്കെ അനുകൂലമാകുമ്പോൾ നമ്മളെല്ലാ സ്രോതസ്സിനെയും ചിന്തിക്കാൻ സാധിക്കുക. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനപരമായ ആശയമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു വാരത്തിൽ മീനക്കൂറുകളിൽ പെട്ടിട്ടുള്ള ഒരു വ്യാഴക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ നവഗ്രഹങ്ങളിൽ ദേവഗുരുനാഥനായ ബൃഹസ്പതിയെ നല്ലതുപോലെ ആരാധിക്കുന്നതും ജപിക്കുന്നതും വളരെയധികം നല്ലതാണ്. ഈ ബൃഹസ്പതി എന്ന ആ ഒരു സർവേശ്വര കാരകനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നവഗ്രഹങ്ങളിൽ തന്നെ ഈശ്വരനായി കാണുന്ന 2 ഗ്രഹങ്ങളുണ്ടെങ്കിൽ ഒന്ന് ബൃഹസ്പതിയായിട്ടുള്ള ഈ വ്യാഴവും അതോടൊപ്പം തന്നെ ശനിയെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. കാരണം മനുഷ്യജീവിതത്തെ ഇത്രയധികം സ്വാധീനിക്കുന്നു. അത് മനുഷ്യജീവിതം എന്ന് പറയാൻ ഭൂമിയിലുള്ള എല്ലാത്തിനെയും വളരെയധികം സ്വാധീനിക്കുന്നു. അതായത് ഗുരുത്വാകർഷണ ബലം എന്നുള്ളത് പോലെ തന്നെ എങ്ങനെ ഓരോന്നോരോന്ന് സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, അതുപോലെ ഭൂമിയിലുള്ള എല്ലാ സൃഷ്ടികളെയും വളരെയധികം സ്വാധീനിക്കുന്ന 3 ഗ്രഹങ്ങളാണ് ശനിയും വ്യാഴവും ചൊവ്വയും. അതുകൊണ്ടാണ് ഈ ഗ്രഹങ്ങളുടെ മാറ്റത്തിൽ വളരെയധികം മനുഷ്യജീവിതത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയാണ്. മറ്റുള്ള ജീവികൾക്കൊക്കെ മാറ്റം സംഭവിക്കുന്നുണ്ട്, അവർ തിരിച്ചറിയുന്നില്ല. നമ്മൾ കാലക്കേട് വന്നു കഴിഞ്ഞാൽ അത് ഇന്ന കാരണം എന്ന് തിരിച്ചറിയുന്നു. അതാണ് മനുഷ്യജീവിതത്തിൻ്റെ മേന്മ. ഈ ഒരു വാരത്തിൽ ഇതൊക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കണം. ഈ മീനക്കൂറിൽ പെട്ടിട്ടുള്ളവർക്ക് ശനിക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നത് തടസ്സം നീങ്ങുന്നതിനും മറ്റൊക്കെ കാര്യതടസ്സം നീങ്ങുന്നതിനൊക്കെ വളരെയധികം നല്ലതായിട്ടിരിക്കും. അതോടൊപ്പം ശനി കവചം ജപിക്കുന്നതിനും ശനി കവചം യന്ത്രം ആയി ധരിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇപ്പം നമ്മുടെ ജ്യോതിഷാലയത്തിൽ ശനി കവചം തയ്യാറാക്കുന്ന മഹാശനി ഹോമം എല്ലാ മാസത്തിൽ 30 ശനിവാരം നമ്മൾ ഓൺലൈനിലൊക്കെ എത്രയോ പേര് കേരളത്തിൻ്റെ വിദേശത്തു നിന്നൊക്കെ അനവധി പേര് പങ്കെടുത്തിട്ടുള്ളതാണ്. എല്ലാ മാസത്തിലും ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ അത് തിരക്ക് കാരണം നമുക്കത് ഓൺ എയറിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. എങ്കിലും ഇപ്പോൾ എത്രയോ പേര് ഇവിടെ വന്നത് നിത്യം പങ്കെടുക്കുകയാണ്. അതിൽ വെച്ച് പൂജിക്കുന്ന ശനി കവചം എല്ലാ മാസത്തിലും എത്രയോ പേര് ഇവിടെ ചെയ്ത് അതിൻ്റെ ഒരു ഫലത്തെ അനുഭവിക്കുന്നുണ്ട്. ശനി കവചം ധരിക്കുന്നത് വളരെയധികം നല്ലതാണ്. അത് ദേഹരക്ഷയായി ധരിക്കുക. ആവശ്യമുള്ളവരത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൽ വേണ്ടുന്നവർക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വാരത്തിലെ വാരഫലം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.